ഹലോ ഫ്രണ്ട്സ്, കേരളത്തിലുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണല്ലോ. കേരളത്തിലാണെങ്കിൽ ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഈ കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കോവിഡ് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. പോളിങ്ങിനായി നമ്മൾ പോകുമ്പോൾ 3 ലെയർ ഫേസ് മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രീതിയിലുള്ള വേരിഫിക്കേഷന് വേണ്ടി മാസ്ക് മാറ്റാൻ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മാസ്ക് മാറ്റാവൂ. അല്ലാതെ ഒരു കാരണവശാലും ഫേസ് മാസ്ക് മാറ്റരുത്. അതുപോലെ അടുത്തതായി പോളിങ്ങിന് വേണ്ടി നിൽക്കുമ്പോൾ മിനിമം 2 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക. പോളിംഗ് സ്റ്റേഷനകത്ത് പോകുമ്പോഴും പുറത്ത് വരുമ്പോഴും നമ്മുടെ കൈ ഹാൻഡ് സാനിറ്റൈസർ വെച്ച് നന്നായി ക്ലീൻ ചെയ്യുക. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെയുള്ള പേന ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തമായ ഒരു പേന എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ കഴിവതും തിരക്കില്ലാത്ത സമയത്ത് വോട്ട് ചെയ്യാൻ പോകാൻ ശ്രമിക്കുക. വോട്ട് ചെയ്തതിന് ശേഷം തിരികെ വീട്ടിലെത്തുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ ഒന്ന് കുളിക്കുകയും ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. ഇങ്ങനെ ചെറുതെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ വോട്ടെടുപ്പ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ തന്നെയും ഇലക്ഷൻ മൂലമുള്ള കോവിഡ് വ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറയും. എല്ലാവരും കോവിഡ് മുൻകരുതലുകൾ എല്ലാം സ്വീകരിച്ച് നമ്മുടെ വോട്ട് ഫലപ്രദമായി മികച്ച സ്ഥാനാർത്ഥിക്ക് നൽകാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ പ്ലസന്റ് ബെറ്റർ ടുമോറോ ടു ഓൾ മൈ ഫ്രണ്ട്സ്.